ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തൃശ്ശൂർ സൈഡിലേക്ക് അത്യാവശ്യമായിട്ട് ഓടിപ്പാഞ്ഞ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ രാവിലെ ഫുഡ് കഴിക്കാൻ മറന്നു. അങ്ങനെ രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡ് ഒരു സ്ഥലത്ത് നിന്ന് അടിക്കാന്ന് വെച്ചിട്ട് അന്വേഷിച്ചാണ് അപ്പോൾ കണ്ടൊരു കടയാണിത്. ഗംഭീര ആംബിയൻസാണ്. കണ്ടാൽ തന്നെ നമുക്ക് ഉള്ളിൽ കയറി അങ്ങോട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നും. ഓടി ചെന്ന വഴി നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം തന്നപ്പോൾ എനിക്ക് സന്തോഷമായി. ചൂടുവെള്ളം അങ്ങ് ഓടിച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നു. അത് ഇപ്പം ഉണ്ടാ അതേ വെല്ലിക്കാട്ട് ഒരു ഇല അങ്ങോട്ട് മുമ്പിൽ കൊണ്ടിട്ട് നല്ല സൂപ്പർ അല്ല. ഇല ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മനസ്സ് നിറയും. അങ്ങനെ പിന്നെ കറികൾ വന്നു തുടങ്ങി. 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് വന്ന് ഒരു 10-12 കൂട്ടം കറിയായി. അത് കഴിഞ്ഞ് ഇല ഇങ്ങോട്ട് നിറഞ്ഞ് പിന്നെ ശരിക്കും ഒരു സദ്യക്കുള്ള എല്ലാ സാധനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്നിനൊന്ന് മെച്ചം, നല്ല ടേസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ നല്ല ആവി ഇറക്കണ ചോറുണ്ടെന്ന്. ഞാൻ മറ്റേ വെള്ളരിയുടെ ചോറുണ്ട് കഴിച്ചത്. മറ്റേ 2 ടൈപ്പ് അരിയുടെ ചോറുണ്ട് അവിടെ. നമ്മ ഏത് ചോദിക്കണമെന്ന് വെച്ചാൽ അത് അവർ തരും. എങ്ങനെയാണ്. പിന്നെ സാമ്പാറിന് പ്രത്യേകത ഉണ്ട്. പാലശ്ശേരി സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ പണ്ട് കിട്ടിയിരുന്ന ഉച്ചക്കഞ്ഞിക്കുള്ള സാമ്പാറില്ലേ, അത്ര ടേസ്റ്റാണ് സാമ്പാറിന്. അതും കൂടി ആയി എൻ്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞു. എന്നിട്ട് ഞാൻ വെച്ചങ്ങോട്ട് അലക്കി ഒന്നും നോക്കിയില്ല, ഫുള്ളടിച്ച് തീർത്തു. അപ്പം ഉണ്ടാ അതേ പായസം വന്നു, 2 കൂട്ടം പായസം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കട്ട മോരും പിന്നെ രസവും കൊണ്ടുവച്ച്. പക്ഷെ ഞാനത് എടുത്തില്ല കേട്ടോ, അത് നല്ല പുളിയല്ലേ. ഞാൻ പായസമൊക്കെ ഒഴിച്ച് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായി. എൻ്റെ അതുകൊണ്ട് പായസം ഒഴിച്ച് പഴമൊക്കെ ഇട്ട് കുഴച്ചടിക്കാനുള്ള പരിപാടി. പപ്പടം വന്നില്ലേ, അങ്ങനെ ആ ചേച്ചിനെ വിളിച്ചു പറഞ്ഞ പപ്പടം കൊണ്ടുവന്ന്. എന്നെ നോക്കിയില്ല, വെച്ചാട്ടല്ലേ ഈ പായസം കൊണ്ട് എനിക്ക് ഇഷ്ടമായത്. പാലടയാണ് എനിക്ക് ഇഷ്ടമായത്. മറ്റേ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ശർക്കര പായസമായിരുന്നു തോന്നുന്നു, 2ാമത് പറഞ്ഞുകൊണ്ട് ഉണ്ടായത്. അതെനിക്ക് വലിയ എയിമായിട്ട് തോന്നിയില്ല, എങ്കിലും ഞാൻ കഴിച്ചു കിട്ടിയതല്ലേ. അപ്പോൾ നിങ്ങൾ ഊണ് കഴിക്കാനായിട്ട് തൃശ്ശൂർ സൈഡിലേക്ക് പോകുമ്പോൾ പിഷാരഡീസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറേ ബ്രാഞ്ചൊക്കെ ഉണ്ട് തോന്നുന്നു, അവിടെ കയറി കഴിക്കും. പിന്നെ പായസവും സർവത്ര സംഗതികളും അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ഫ്രണ്ടിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കടയിൽ കയറുമ്പോൾ തന്നെ. ഞാൻ കാണിച്ചിട്ടുണ്ടായി വീഡിയോയിൽ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ആ വഴി കയറുമ്പോൾ മേടിക്കുക. താങ്ക് യു.